പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഉത്രാടപ്പാച്ചിലിന്റെ ഇടയിൽ ഒരുപാട് ഓണാഘോഷങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും കരുവഞ്ചാലിലേക്ക് പോകണം. അവിടെ വാശിയേറിയ വടംവലി മത്സരം, അതും വനിതകളുടെ വടംവലി മത്സരം നടക്കുന്നു. ആ കാഴ്ചകളിലേക്ക് നമ്മൾ നേരെ പോകുന്നത് കരുവഞ്ചാലിലെ ആ ക്ലബിന്റെ ഓണാഘോഷ പരിപാടികളിലേക്ക് പോകുന്നു. അവിടെ സജോ ദേവസ്യ തയ്യാറായി നിൽക്കുന്നുണ്ട്. സജോ, വടംവലി തുടരുന്നുണ്ട്. ഇപ്പോൾ വനിതകളുടെ വടംവലി മത്സരം നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞോ? നമ്മളിതൊരു തീരുമാനമാക്കിയിട്ട് ഇന്ന് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. കരുവഞ്ചാലിൽ ഇങ്ങനെ മത്സരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോ ഏതാ മത്സരം നടക്കുന്നത്? ഇനിയിപ്പോ ഏതൊക്കെ മത്സരം? ഇപ്പോൾ അണ്ടർ-19 പെൺകുട്ടികളുടെ രണ്ടാമത്തെ മത്സരമാണ് നടക്കുന്നത്. അതിനുശേഷം നടക്കുന്നത് ആൺകുട്ടികളുടെ ഫൈനൽ, സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കും. ക്വാർട്ടർ ഫൈനൽ അടക്കമുള്ള മത്സരം തുടരുകയാണ്. പെൺകുട്ടികളുടെ മത്സരം തുടരുകയാണ്. പെൺകുട്ടികളുടെ മത്സരം തുടരുകയാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയാൽ ധാരാളം ആളുകൾ ഉണ്ട്. ഇത്തരം മത്സരങ്ങളാണ് യഥാർത്ഥത്തിൽ നാട്ടിൻപുറത്തെ ഓണാഘോഷങ്ങളെയൊക്കെ അതിൻ്റെ ഒരു ആവേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം അനുഭവമൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് നൽകുന്ന ടീമുകൾ അണിനിരന്നിട്ടുണ്ട്. അതായത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലബാറിലെ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് വിവിധ ടീമുകൾ എത്തുന്നുണ്ട് മത്സരത്തിനായി. യഥാർത്ഥത്തിലൊരു പ്രാദേശികമായി മലബാറിലെ തന്നെ ഒരു മത്സരം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന വിധമാണ്. പക്ഷേ ഇങ്ങനെയുള്ള വിവിധ ടീമുകൾ കൂടുതലും കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ടീമുകളാണ്. അപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നടക്കമുള്ള ആളുകളുമുണ്ട്. ഇപ്പോൾ അണ്ടർ-19 വിഭാഗത്തിലാണ് മുതിർന്നവരുടെ മത്സരവും യഥാർത്ഥത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള കാണികൾ ഇവിടെ വന്ന് പങ്കാളികളാകുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം. അതായത് ഈ ഓണക്കാലത്ത് പ്രത്യേകിച്ച് തിരുവോണ ദിവസം യഥാർത്ഥത്തിൽ അധികം പരിപാടികൾ ഉണ്ടാവില്ല. ഉത്രാടത്തിന് അത് കഴിഞ്ഞ് തിരുവോണം കഴിഞ്ഞു വരും ദിവസങ്ങളിലൊക്കെ ധാരാളം ഇങ്ങനെ നാട്ടിൻപുറത്ത് പ്രാദേശികമായി സംഘടിപ്പിക്കുന്ന ഇത്തരം ടൂർണമെന്റുകൾ മത്സരങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഓണത്തിന്റെ വിവിധങ്ങളായ അനുഭവങ്ങളെ നമുക്ക് പകർന്നു തരുന്നത് എന്നതാണ് സത്യം. അതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ ഒക്കെ മുകളിൽ ധാരാളം ആളുകൾ കയറി ഈ മത്സരമൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവിടെ നിൽക്കുന്നത് കാണാം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഉത്രാടവും തിരുവോണവും അത് കഴിഞ്ഞു വരുന്ന ആഘോഷങ്ങളും എല്ലാം ആളുകൾ ആ നിലയ്ക്ക് ഉൾക്കൊള്ളുന്നു. അതായത് യഥാർത്ഥത്തിൽ തിരുവോണം എന്ന ഒരു ദിവസത്തെ മാത്രം കേന്ദ്രീകരിച്ചത് ഓണം മൊത്തത്തിൽ ഒരു മലയാളിയുടെ ദേശീയ ഉത്സവം എന്ന നിലയ്ക്ക്, സാംസ്കാരിക ഉത്സവം എന്ന നിലയ്ക്ക് ഒക്കെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വളർന്നു വരുന്ന താരങ്ങൾ കൂടിയാണ് ഈ കമ്പവലി മത്സരത്തിന്റെ ഭാഗമാകുന്നത്. നമുക്ക് ആ മത്സരത്തിന്റെ ആവേശം കൂടി മുൻപ് നമ്മൾ കണ്ടു. ഇനി ഇത് കഴിയുമ്പോഴുണ്ട് ധാരാളം മത്സരങ്ങളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഇത് മത്സരത്തിലേക്ക് പോവുകയാണ്. അത് ടീമുകൾ തയ്യാറാകുന്നു. പെൺകുട്ടികൾ ഇരു ടീമുകളും തയ്യാറായിട്ടുണ്ട്. അവിടെ വനിതകളുടെ കമ്പവലി മത്സരം, വടംവലി മത്സരം നടക്കുന്നു. കരുവഞ്ചാലിലാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി. അങ്ങനെ പ്രൊഫഷണൽ ടീമുകൾ തന്നെ മാറ്റുരയ്ക്കുന്നു എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോൾ അണ്ടർ-19 പെൺകുട്ടികളുടെ വിഭാഗത്തിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ രണ്ട് ടീമുകളും തയ്യാറായി. ഇതാ വിസിൽ മുഴങ്ങാൻ കാത്തിരിക്കുകയാണ് ടീമുകൾ. വടം എടുത്തു കഴിഞ്ഞു. ഇതാ ശക്തമായ വാശിയേറിയ മത്സരം നടക്കുകയാണ്. അവിടെ വലിയ ആവേശം ഉണ്ടാക്കിക്കൊണ്ടാണ് വനിതകളുടെ മത്സരം നടക്കുന്നത്. പ്രൊഫഷണൽ രീതിയിൽ രണ്ട് ടീമുകളും ഈ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുന്നത്. വളരെ ഈസിയായി റെഡ് ജേഴ്സി ആ ടീം ഈസിയായി ആദ്യ റൗണ്ട് കരസ്ഥമാക്കുന്നു. അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് ആ മത്സരം നീളുകയാണ്. സജോ, തുടരാം. പ്രജിൻ എങ്ങനെ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുക? മത്സരം അങ്ങനെ തുടരുന്നു. അതായത് ആദ്യ റൗണ്ട് മത്സരങ്ങൾ നടക്കുകയാണ്. അതിനുശേഷം സെമിയും പിന്നീട് ഫൈനൽ മത്സരം എന്ന നിലയ്ക്ക് തന്നെയാണ്. അതങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം ടീമുകൾ. മത്സരങ്ങൾ തുടരട്ടെ. അപ്പോൾ അതിന് ഫൈനലിലേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വരാൻ ശ്രമിക്കാം. ആ സമയത്തേക്ക് കരുവഞ്ചാലിലേക്ക് വീണ്ടും അതിന് നമ്മൾ നേരെ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. അവിടെ കട്ടപ്പനയിൽ രാഹുൽ വിജയൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. രാഹുൽ, കട്ടപ്പനയിൽ ഇപ്പോൾ എവിടെയാണ്? കട്ടപ്പനയിലെ ഉത്രാട വിശേഷങ്ങൾ, ഉത്രാടപ്പാച്ചിൽ വിശേഷങ്ങൾ, ഒപ്പം നാളത്തെ ഓണത്തിന്റെ ഒരുക്കങ്ങൾ, അതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. അപ്പോൾ എവിടെയാണ്, ഏത് മാർക്കറ്റിലാണ്, തിരക്കൊക്കെ എങ്ങനെ പോകുന്നു? പ്രജിൻ, കട്ടപ്പന മാർക്കറ്റിലാണ്. കട്ടപ്പന പട്ടണത്തിന്റെ നടുക്കുള്ള മാർക്കറ്റിൽ നമ്മൾ ഹൈറേഞ്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഒന്നാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. സാധാരണ മറ്റേ എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ ഉള്ള പോലെ തന്നെ വലിയ തിരക്ക് ഇവിടെയും അനുഭവപ്പെടുന്നുണ്ട്. പച്ചക്കറി കടകളിലൊക്കെ ആണെങ്കിലും വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇത്രയും നേരം ഇങ്ങനെ ആയിരുന്നില്ല. കുറെ കൂടി ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചേട്ടന്മാരൊക്കെ ഓടി നടന്ന് പണിയെടുക്കുക. അല്ലേ ചേട്ടാ? നല്ല തിരക്കാണോ? ഈ പച്ചക്കറിക്ക് അങ്ങ് എങ്ങനെയുണ്ട് വില? വില കുറവായി വർഷം. തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ പച്ചക്കറി ആദ്യം ഇങ്ങോട്ടേക്കാണ് എത്തുന്നത്. അതിന്റെ വില ഓണം താമസമായോണ്ട് വില കുറഞ്ഞത്.
അതിനാണ് പച്ചക്കറിക്ക് വിലക്കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ ആവശ്യക്കാരും ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പച്ചക്കറിക്ക് വില കൂടിയാലും കുറഞ്ഞാലും ഇല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും പച്ചക്കറി മേടിക്കാൻ ആളുകൾ ഉണ്ടാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും ഒരു ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പച്ചക്കറിയും സാധനങ്ങളും മറ്റുമൊക്കെ മേടിക്കാനായിട്ട് ഉത്രാടപ്പാച്ചിലാണ്. അവസാനവട്ട ഒരുക്കങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. എന്തായാലും കട്ടപ്പനയിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവരും ഓടി നടക്കുകയാണ്. ചേട്ടാ, ഓണമൊക്കെ എവിടെ വരെയായി? ഓണമൊക്കെ ഒന്ന് അടുത്ത് കഴിഞ്ഞു. സാധനങ്ങളൊക്കെ മേടിച്ചോ? സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നതാ. വീട് എവിടെയാ? പുഞ്ചിരിക്കോലെന്ന് പറയാം. പുഞ്ചിരിക്കോല നമ്മുടെ മെയിൻ മാർക്കറ്റ് ഇതാണോ? അതെ. ഒരു പ്രദേശത്തെ, അതായത് നമ്മുടെ സാധാരണ പോലെയല്ല, ഒരു വലിയ പ്രദേശത്തെ ആളുകൾ ഒത്തുകൂടുന്ന അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് കട്ടപ്പന എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സാധാരണ ഈ ഓണക്കാലമാകുമ്പോഴേക്കും ചെറിയ വടംവലി മത്സരങ്ങൾ അല്ലെങ്കിൽ അത്തരം കായിക ഇനത്തിൽപ്പെട്ട മത്സരങ്ങളൊക്കെ ഓണത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടത്താറുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ പല സ്ഥലങ്ങളിലും അതില്ല എന്നുള്ളതൊരു നിരാശാജനകമായ കാര്യമാണ്. മറ്റൊന്നും കൊണ്ടല്ല, വയനാട്ടിലുണ്ടായ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരം ഒരു തീരുമാനം ഇടുക്കിയിലെ ആളുകൾ എടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ കാണുന്നവരിൽ ഭൂരിഭാഗം പേരും മലയാളികളല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളുള്ള മേഖല കൂടിയാണ് കട്ടപ്പന. അവിടെ ഏറ്റവും കൂടുതലുള്ളതും അതിഥി തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്നവരെല്ലാം മലയാളികളല്ല. ഇവിടെയുള്ള ആളുകൾ കുറച്ചു മാത്രമാണ് മലയാളികളുള്ളത്. മലയാളികളും ഇതര സംസ്ഥാന തൊഴിലാളികളും എല്ലാവരും ഓണം ആഘോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് കട്ടപ്പനയിൽ നിന്ന് പറയാനുള്ളത്. പ്രജിൻ, രാഹുൽ വിജയൻ, അപ്പോ നാളെ ഓണം കളറാക്കല്ലേ? പുതിയ പാട്ട് പാടാനൊക്കെ തയ്യാറായിട്ടുണ്ട് രാഹുൽ വിജയൻ നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു പുതിയ ഓണപ്പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട്, സത്യമാണോ? അല്ലല്ല, പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പ്രജിൻ ചേട്ടന്റെ പാട്ടിനെ മറികടക്കാൻ പറ്റുന്ന വിധത്തിലൊരു പാട്ട് പഠിച്ചാൽ മാത്രമേ ലൈവിൽ ഞാനൊരു പാട്ട് പാടുകയുള്ളൂ. ശരി, അപ്പൊ നമുക്ക് നാളെ കാണാം. പാട്ടൊക്കെ റെഡിയാക്കി വെച്ചോ, നമ്മൾ വരുന്നുണ്ട്. അപ്പോ കട്ടപ്പനയിലെ വിശേഷങ്ങളാണ് രാഹുൽ വിജയൻ പങ്കുവച്ചത്. നേരത്തെ ജോസ്ഫിൻ ജോസഫ് ചോദിക്കുന്നുണ്ടായിരുന്നു, അരുൺ പൂപ്പറമ്പ് എവിടെ? അരുൺ പൂപ്പറമ്പ് ബംഗളൂരുവിലാണ്. ഇതാ നമ്മൾ അങ്ങോട്ട് പോകുന്നു. കേരളത്തിന് പുറത്തും ഓണാഘോഷത്തിലുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. ബംഗളൂരുവിലെ ഉത്രാടപ്പാച്ചിലേക്ക് നമ്മൾ പോകുന്നു. KR മാർക്കറ്റിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ബംഗളൂരുവിലെ KR മാർക്കറ്റിലാണ്. ഇവിടെ അതായത് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ്. നഗരത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഏറ്റവും സജീവമായ ഒരു മാർക്കറ്റാണ് KR മാർക്കറ്റ്. നമുക്ക് ദൃശ്യങ്ങളിൽ പൂക്കളൊക്കെ കാണാം. ഇവിടെ പുലർച്ചെ മുതൽ തന്നെ പൂ കച്ചവടമൊക്കെ ആരംഭിക്കും. KR മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഈ മാർക്കറ്റിൽ തന്നെ എല്ലാ സാധനങ്ങളും ലഭ്യമാകുന്നുള്ളൂ. പച്ചക്കറികൾ, അതോടൊപ്പം തന്നെ ഈ ഓണത്തിന് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാകും. നിരവധിയായിട്ടുള്ള മലയാളികളും രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഒരു വലിയ മലയാളി കുടുംബം അവർ ചേരുന്നുണ്ട്. എങ്ങനെയായി ഓണം? എങ്ങനെയായി? ഓണം അടിപൊളി, തകർത്തുകൊണ്ടിരിക്കുക. നാട്ടിൽ പോകുന്നില്ലേ? ഇവിടെയാണ് നമ്മളിവിടെ ആഘോഷിക്കണം. ഇവിടെയുള്ളവരാണ്. എങ്ങനെയാണ് ബംഗളൂരുവിലെ ഒരു പൊതു ഓണാഘോഷം എങ്ങനെയാണ്? ഇവിടെ സമാജങ്ങളും ചർച്ചിലും എല്ലാം പൂക്കള മത്സരം, പിന്നെ സദ്യ, അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും. പൂ വാങ്ങിയോ? പൂ വാങ്ങി. ഇന്ന് വില കൂടുതലാണ് പൂവ്. ഇവിടെ വില ഇന്ന് വില കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പൂക്കള മത്സരത്തിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് വില കൂടുതലാണ്. ഇവിടെ വെറൈറ്റി പൂ കിട്ടുന്നു ഒത്തിരി. നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഏത് ആവശ്യത്തിന് കളറുകളാണ് ആ കളർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പ്രത്യേകത. പിന്നെ എന്ന് വെച്ചാൽ കൂടുതലായിട്ടും മലയാളീസിലാണ് കൂടുതൽ വരുന്നത്. കാരണം ഇപ്പോൾ ഓണാഘോഷങ്ങൾ എല്ലാ സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ആൾക്കാർ ഇവിടെ നിന്ന് പൂ മേടിക്കുകയാണ്. എന്നിട്ട് ചേച്ചി, ഈ സദ്യവട്ടത്തിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ പച്ചക്കറി ഇല്ല, നമ്മളിപ്പോ പൂ മാത്രമേ വാങ്ങിയുള്ളൂ. ഇനി പുറത്താന്നത് പച്ചക്കറി എല്ലാം അത് വാങ്ങണത്ര. വസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ അതൊക്കെ അന്നേ കഴിഞ്ഞ ആഴ്ച എടുത്തായിരുന്നു. എങ്ങനെയാ ഓണാഘോഷം? ഈ സമാജം അസോസിയേഷൻ അതെ, ഇപ്പം ഞങ്ങളെ സൊസൈറ്റിയിൽ ഓണാഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടി നമ്മൾ ഓണപ്പൂക്കളവും അതേപോലെ സദ്യയുടെ ഒരുക്കങ്ങളും അതെല്ലാം. നാട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം അങ്ങനെ പ്രത്യേകിച്ചില്ല. ഇപ്പോൾ ആഘോഷങ്ങൾ മാറി വരുവാണല്ലോ, അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. ബാംഗ്ലൂരിലാണോ ഓണാഘോഷം? കുറച്ച് വെറൈറ്റി ആണോ? അതിനേക്കാളും ഓണാഘോഷം ഇവിടെയാണ്. ഒരാഴ്ച 2 ആഴ്ച മുമ്പൊക്കെ പല അസോസിയേഷൻ തുടങ്ങി. ഇനി ഇതൊരു 2 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഇവിടെ എല്ലാ ആഴ്ചകളിലും സമാജങ്ങളുടെ ആഘോഷങ്ങളുണ്ടായിരിക്കും. പിന്നെ നാട്ടിലുള്ള എല്ലാ ഫിലിം സ്റ്റാർസും ഇവിടെ വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെയാണ് ആഘോഷം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല നല്ലതാണ്. നാട്ടിലേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ബാംഗ്ലൂരാണ്. കാരണം ഒരു കൂട്ടായ്മയുണ്ട്, കൂടുതലായിട്ട് ആൾക്കാർ ജോയിൻ ചെയ്യുന്ന ബനാന വസ്ത്ര എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുക, അതോടൊപ്പം തന്നെ ഒന്നിച്ച് പൂക്കൾ വാങ്ങുക, ഒന്നിച്ച് അത് കളം റെഡിയാക്കുക. അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു കൂടുതൽ നാട്ടിലേക്കാളും കൂടുതൽ എഫക്റ്റ് ആണ് ഇവിടെ. ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട് കൂടുതലായിട്ടും ബാംഗ്ലൂർ. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ മനസ്സിലായല്ലോ, മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാവരും ഇന്ന് ഈ ഉത്രാടപ്പാച്ചിൽ തന്നെയാണ്. നാളെ ഓണം തിരുവോണം കെങ്കിയുമാക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാ മലയാളികളും.